അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് ബഷീർ മേച്ചേരി കട്ടച്ചറയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോകൾ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വരാൻ കാരണം വീണ്ടും പോലീസ് സേനയിൽ നിന്ന് വരുന്ന ഓരോ അക്രമ അല്ലെങ്കിൽ പോലീസ് സേനയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത നിയമപാലകരാണ്. കാരണം നാടിനെ നിയമലംഘനം നടത്തുന്നവരെ നല്ല രീതിയിൽ ഉത്ബോധനം നടത്തി അവരെ നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നികുതി പണം കൊണ്ട് ഒരു സേനയെ വിന്യസിച്ചതാണ്. അത് ലോകരാഷ്ട്രത്തിലൊക്കെ ഈ പോലീസ് സേന ഉണ്ട്. പക്ഷെ ലോകരാഷ്ട്രത്തിലൊരു വ്യത്യസ്തമാണ് ഇന്ത്യൻ പോലീസും പ്രത്യേകിച്ച് കേരള പോലീസും. നന്മയാർന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട്. എന്നിരിക്കെ അതിൽ തന്നെ ഒരു പറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള, അത് നമ്മളെ സിസ്റ്റത്തിന്റെ തകരാറാണോ അതോ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ അഭ്യന്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അഭ്യന്തരം ഇവരെ കയറൂരി വിട്ടതാണോ എന്നൊന്നും അറിയില്ല. ഒന്ന് കണ്ടു നോക്കി. ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്. പക്ഷെ ഇതാണ് പോലീസ് ഇങ്ങനെ ആണോ ആവേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതി കൊണ്ട് വന്നതിന് ഇങ്ങനെ ആൾ വരുന്നവരെ സംസാരിക്കും. നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല. അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ അനാവശ്യമായിട്ട് പറയും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം. അത് പോലീസ് ഞങ്ങൾ പറയും. പോലീസ് സ്റ്റേഷൻ നെയ്യാതാൻ മാത്രമല്ലല്ലോ, ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി ഒരുപാടുണ്ട്. ആ വീഡിയോ വളരെ 2-3 മിനിറ്റ് അന്ന് കേൾപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊരു നിയമം ഇയാളെ ലംഘിക്കാൻ പാടില്ല. ലംഘിക്കുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ നിയമം അനുശാസിക്കുന്ന കോടതി എന്താണോ ലീഗൽ നടപടി, അതിന് ഒരു എഫ്ഐആർ ഇടാൻ തുടർ നടപടിക്കൊക്കെ ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചതാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത്. നമ്മളെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന ഒരു സേനയാണിത്. അതിന്റെ ഒരു അവസ്ഥ കേരള പോലീസിന്റെ ഒരു അവസ്ഥയാണ്. നീതിക്ക് വേണ്ടിയിട്ട് എല്ലാം ആശ്രയിച്ച് ചെല്ലുന്ന, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് ഒരു ഇടം എന്ന നിലയ്ക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോകുന്നവർക്ക് തന്നെ ഭയപ്പാടോട് കൂടിയിട്ടാണ് പോകുന്നത്. ഈ സേനയെ ഒരു വളരെ ക്രിമിനൽ മൈൻഡിലാണ് ഈ സമൂഹം കാണുന്നത്. കാരണം അത് അങ്ങനെ കാണാനുള്ള കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കോപ്രായങ്ങളാണ്. കാരണം ഇവർക്കൊരു തോന്നലാണ്, ഈ സേനയെ ആരും ചോദ്യം ചെയ്യാനില്ല. ഈ സേനയിൽ നിന്ന് വല്ല അനിഷ്ടങ്ങളും സംഭവിച്ചാൽ വന്നുപോയ ഉദ്യോഗസ്ഥന്മാരിൽ വന്നുപോയാൽ അവരെ ആക്രമിക്കാനോ അവരോട് കയർക്കാനോ പറ്റില്ല. പല സെക്ഷനുകളിലായിട്ട് ഇവർക്കൊക്കെ ഈ ശബ്ദിക്കുന്നവർക്കെതിരെ ഇവർ എഫ്ഐആർ ഇടും. എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കോടതി, വക്കീൽ ഫീസ് ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് എത്ര വലിയ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും, വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഷ്ട്രീയക്കാരാവട്ടെ, ഇവരെ കയ്യിൽ കിട്ടിയാൽ ഇവർക്ക് എളുപ്പത്തിൽ ശിക്ഷ നടപ്പാക്കാൻ കഴിയും. ഇവർക്ക് വലിയൊരു ആയുധമാണ് എഫ്ഐആർ അല്ലെ? പല സെക്ഷനുകളിലായിട്ട് അത് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും റിമാൻഡ് പ്രതിയാക്കാനും ലോക്കപ്പിൽ അടക്കാൻ പറ്റിയ പല സെക്ഷനുകളിലായിട്ട് IPC സെക്ഷൻ ഇട്ടിട്ട് ഇവര് തുറങ്കലിലടക്കും. കുടുംബങ്ങൾ ചെന്ന് അവരെയും തെറി വിളിക്കും. ഭാര്യമാര് പോലീസ് സ്റ്റേഷൻ ഭാര്യമാരെയും തെറി വിളിക്കാനും അടിക്കാനും ഒക്കെ സന്നദ്ധരായ ഒരു ഫോഴ്സാണ് കേരള പോലീസ്. സങ്കടത്തോടെ പറയേണ്ടി വരും. കാരണം നല്ല ഉദ്യോഗസ്ഥന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ഉദ്യോഗസ്ഥന്മാർ ഇത് നോക്കുകുത്തിയാക്കണം. ആദ്യം ഈ പോലീസ് സേനയിലെ സിസ്റ്റം ഏത് മാറ്റണം എന്നറിയോ? ഇവർ അസോസിയേഷൻ സിസ്റ്റം മാറ്റണം. എല്ലാത്തിനും സംഘടനകളെ, രാഷ്ട്രീയ സംഘടനകളോ. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു തുടർ നടപടികളോ സസ്പെൻസോ ഡിസ്മിസോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ സേനയിലുള്ള അണികൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എല്ലാ മേഖലയും. എന്നാൽ ഇത്തരം നിയമപാലകർക്ക് ഒരു കാരണവശാലും അസോസിയേഷനോ അവർക്ക് രാഷ്ട്രീയ സംഘടനകളോ ഉണ്ടാവാനോ ഉണ്ടാക്കാനുള്ള ഒരു നിയമങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചെഴുതണം, സിസ്റ്റം മാറ്റി എഴുതണം. ഇതൊരു സ്വതന്ത്രമായിട്ട് ഇവരെ കൃത്യമായിട്ട് സമൂഹത്തിന് ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സേനയായി മാറ്റേണ്ടതുണ്ട്.
അതിനാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മന്ത്രി ആഭ്യന്തരമാകുന്നത്. ഇത് മുഖ്യമന്ത്രിയും ആഭ്യന്തരം ഒരാൾ കൈകാര്യം ചെയ്ത് എല്ലാം കൂടെ ഒത്തുപോലും. ആഭ്യന്തരത്തിന് വേറെ തന്നെ ഒരു മന്ത്രിയെ നിങ്ങൾ വിനിയോഗിക്കണം. ഇനി നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് നടപ്പാക്കേണ്ടത് എന്നുള്ള ഞങ്ങളെ മെയിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ നടന്ന് പശ്ചാത്തലത്തിൽ ഇവരൊക്കെ ശരിക്കും ഈ പോലീസ് സേനയും പോലീസ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങക്ക് എങ്ങനെയാണ് സിസ്റ്റം മാറ്റി എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഒന്ന്, ഒരു ആഭ്യന്തരം എന്ന് പറയുന്ന വലിയൊരു ശമ്പളത്തിന് ഒരു പേഴ്സണൽ സ്റ്റാഫും മറ്റേ സ്റ്റാഫുമായിട്ട് ഒരു ആഭ്യന്തര മന്ത്രിക്ക് കീഴിൽ കുറെ ലക്ഷങ്ങൾ ഞങ്ങളെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുത്തിട്ട് കുറെ ആളുകൾ തീറ്റിപ്പോറ്റുന്നില്ലേ? അത്തരം ഒരു 2-3 ഉദ്യോഗസ്ഥന്മാരെ ഈ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള അവിടുത്തെ കാര്യങ്ങളെ അറിയാൻ നിരീക്ഷിക്കാൻ ഒരു ക്യാമറയും ആ പരിസരത്തുള്ള ആ കോമ്പൗണ്ടും പോലീസ് സ്റ്റേഷന്റെ ഉള്ളറകളും വേണമെങ്കിൽ ടോയ്ലറ്റിൽ വരെ നിങ്ങൾ ക്യാമറ വെക്കേണ്ടി വരും. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും അതേമാതിരി ബിൽഡിങ്ങിന്റെ മുകളിലും ക്യാമറ വെക്കണം, ആകാശത്തും ക്യാമറ വെക്കേണ്ടി വരും. കാരണം പോലീസുമാർ ചെയ്യണ തമ്മാടിത്തിൽ അത്രത്തോളം ക്രൂരതയേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമറകളൊക്കെ നിരീക്ഷിക്കാൻ 24 മണിക്കൂർ, ഇംഗ്ലീഷിൽ പറഞ്ഞ 24 hours നിരീക്ഷിക്കാൻ നിങ്ങൾ ഈ ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ കുറച്ച് സ്റ്റാഫുകളെ നിർത്തുക. നിങ്ങൾക്ക് സ്റ്റാഫുകളെ എന്താ പറയാ ശമ്പളം ഒരു 50,000 40,000 കൊടുത്ത കുട്ടികൾ, നല്ല എഡ്യൂക്കേറ്റഡ് IT മേഖലയിൽ നല്ല കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ കിട്ടും. എന്നിട്ട് അവരെ നിർത്തുക ഇത് നിരീക്ഷിക്കാൻ. കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ട്? അവരൊക്കെ നിയന്ത്രിക്കാനും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIR എന്തിനിട്ടു, അത് എന്താണ് കേസ്, ഏതാണ് സെക്ഷൻ, എന്തിന്റെ പേരിലാണ്, അവന്റെ എവിഡൻസ് എന്താണെന്ന് നിരീക്ഷിക്കാനും. മാത്രവുമല്ല ഓരോ പോലീസുമാരും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്യേണ്ട കാര്യകാരണങ്ങൾ എന്താണെന്ന് സ്പോട്ടിൽ തന്നെ ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്യാമറയും പിടിച്ചിട്ട് അവിടെ നടക്കണമെന്നൊക്കെ ലൈവ് ഒപ്പിയെടുക്കുന്നുണ്ടല്ലോ. അത് സ്പോട്ടിൽ ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഓഫീസിലേക്ക് ഇവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിത്ത് എവിഡൻസോട് കൂടി കൊടുക്കുന്ന ഒരു സംവിധാനം വേണം. നിരീക്ഷിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിടിപ്പുകേടും അനാസ്ഥയുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സേനയിലേക്ക് SI പോസ്റ്റിലേക്ക് വരുന്ന ആളുകളും PSC മുഖേന അല്ലെങ്കിൽ ഒരു സാധാ ഒരു കോൺസ്റ്റബിളായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ 2 കൊല്ലം, മിനിമം 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 വർഷമെങ്കിലും ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നിയമപാലകരായി വരുന്ന SI പോസ്റ്റിലേക്ക് വരുന്ന ആളുകൾ സാധാ ഒരു കോൺസ്റ്റബിളായി വരുന്ന ആളുകൾ നിരീക്ഷിക്കേണ്ടത് ആഭ്യന്തര മന്ത്രിയുടെ നിർബന്ധ ബുദ്ധിയിൽ ഉദിക്കേണ്ടതാണ്. ഇവരെ നിരീക്ഷിച്ചിട്ട് ഇവരിൽ നിന്നും ക്രിമിനൽ പശ്ചാത്തലമോ ഇവരിലെ വല്ല ദുശീലങ്ങളോ ഉണ്ട് എന്ന് 1% പോലും ഇവരെ കയ്യില് ദുശീലങ്ങളോ വല്ല MDM പോലത്തെ കള്ള്, മദ്യപാനം, അത് കഞ്ചാവ് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിലും ക്രിമിനൽ പശ്ചാത്തല കുടുംബ പശ്ചാത്തലത്തിലോ ഇവരെ മുൻകാലങ്ങളിൽ ഉണ്ടെങ്കിൽ ഇവരെ നിരീക്ഷിച്ചിട്ട് ഇവർ ഈ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ മാതൃകാപരമായ പെരുമാറ്റ ചട്ടം ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ ആ ഫോഴ്സിൽ നിന്നും ആ ഒരു സേനയിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം. ഇത്തരം ആളുകളൊക്കെ മാറ്റി നിർത്തണം. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളോട് ഡീൽ ചെയ്യാൻ കൃത്യമായിട്ട് തെളിവ് അനുസരിച്ച് പോലീസുമാർക്ക് മുറ എടുക്കാനോ അടിക്കാനോ ഒന്നും അധികാരമില്ല. അവരെ പേരിൽ കാരണം വിദേശ രാഷ്ട്രങ്ങളിൽ നിങ്ങൾ നോക്കൂ, വിദേശ രാഷ്ട്രങ്ങളിൽ എത്രയോ ആളുകൾ പോലീസിനെ, കാരണം അറബ് രാഷ്ട്രത്തിൽ ഞാൻ 21 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് UAE-യിൽ. ആ UAE-യിലൊക്കെ പോലീസ് എന്ത് തെറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും അവര് തെറ്റ് ചെയ്തതിനനുസരിച്ച് അവിടെ എന്താണോ നിയമം അനുശാസിക്കുന്ന ആ നിയമം അവരെ പേരിൽ ചാർത്തുക, FIR ഇടുക, കേസ് ഫയൽ ചെയ്യുക. അവരെ ഏത് ശിക്ഷയാണോ കോടതി വിധിക്കുന്നത് ആ വിധിയിലോട്ട് വിടുക. റിമാൻഡ് പ്രതിയാക്കേണ്ടെങ്കിൽ റിമാൻഡ് പ്രതിയാക്കുക. ലോക്കപ്പിലിടേണ്ട വിഷയമാണ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനല്ല ലോക്കപ്പിലിടുന്നത്. അവരുടെ പേരിൽ എന്താണോ കേസ് ചാർജ് ചെയ്യേണ്ട ആ ചാർജ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ചാർജ് ചെയ്ത കേസ് FIR-ന്റെ കോപ്പി ശരിക്കും ആഭ്യന്തര മന്ത്രിക്കാ കിട്ടുന്നുണ്ട്. ആഭ്യന്തര മന്ത്രിയിൽ കൈകാര്യം ചെയ്യുന്ന നല്ല സ്റ്റാഫുകൾ, അത് ഭരണപക്ഷത്തുനിന്നും വേണം, പ്രതിപക്ഷത്തുനിന്നും മറ്റ് സ്റ്റാഫുകൾ വേണം. ഭരണപക്ഷത്തുനിന്ന് മാത്രമാകുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു വിഷയം, ഈ കുന്നംകുളത്തെ വിഷയം ഒരു CPM-ന്റെ പ്രവർത്തകരിലൂടെ വന്ന ഒരു വീഡിയോ ആണ്.
ഇദ്ദേഹത്തിന്റെ മുൻകാലം ഇയാളെ പേരിൽ ഇപ്പം ഈ സഹോദരനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചല്ലോ, ആ മർദ്ദിച്ചതിന്റെ കാരണം എന്താണെന്ന് അന്നത്തെ ചാനൽ 24 ചാനലിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൃശൂർ കുന്നംകുളത്ത് സബ് ഇൻസ്പെക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള സുജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ന്യൂമാനാണ് പരിക്കേറ്റത്. മദ്യപാനം പരസ്യമായി മദ്യപിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണമുണ്ടായത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പൊതുസ്ഥലത്ത് മദ്യപിക്കുകയായിരുന്ന സംഘത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കാണിപ്പയ്യൂർ സ്വദേശി സുജിത് ജീപ്പിൽ കയറ്റിയ പ്രതികളെ ഇറക്കിവിടാൻ ശ്രമിച്ചു. ഇത് തടയുകയായിരുന്നു SI ആയ നുഹ്മാൻ. ഇതോടെ നുഹ്മാനെ അയാൾ ആക്രമിച്ചു. SIയുടെ കൈക്ക് പരിക്കേൽക്കുകയും കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് SHO ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 24 തൃശൂർ. നല്ല വാർത്ത അല്ലേ, അന്നത്തെ കാലത്ത് കേട്ട വാർത്ത. എന്നാൽ ഈ നുഹൈമാനിക്ക് പരിക്കേൽക്കുക, അത് ഈ പയ്യന്റെ പേരിൽ, സുജിത്തിന്റെ പേരിൽ FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ നുഹൈമാൻ ഈ കേടുവന്ന ഈ വാച്ച് തെളിവായിട്ട് കൊണ്ടിരുന്നു. കൈക്ക് പരിക്കേറ്റുന്ന ആ പരിക്കേറ്റത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി അന്ധകാലത്ത് സുജിത്തിന്റെ പേരിൽ ഇവർ കുറ്റം ചാർത്തിയത് മദ്യപിച്ചു എന്ന് നാം പ്രാഥമിക അന്വേഷണത്തിൽ മദ്യപിച്ചിട്ടില്ല കോടതിക്ക് തെളിവായി. എന്നാൽ ഇനിയിപ്പോ മദ്യപിച്ച് ഇയാൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇത്തരം രീതിയിലാണോ പോലീസ് സ്റ്റേഷന് മുറ? 3-ാം മുറ പഴയ കാലത്തുള്ള അതേ രീതിയിൽ അന്ന് ക്യാമറകളും ഒളിക്യാമറകളൊന്നും ഇല്ലാത്ത കാലത്ത് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരം. ഇന്ന് ക്യാമറകളൊക്കെ ഉണ്ടായിട്ട് യഥേഷ്ടം ക്യാമറകളും ഇന്ന് ജനങ്ങളെടുത്ത് തന്നെ ഫോണുകളും സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ലൈവ് പോകുന്ന സംവിധാനം ഉണ്ടായിട്ട് ഈ നുഹൈമാനും സംഘവും ഈ സഹോദരനെ ഈ കോലത്തിൽ ആക്രമിച്ചിട്ട് പുറലോകം അറിഞ്ഞിട്ടില്ല. ഈ പുറലോകം അറിയാത്തത് ഈ നിയമ പോരാട്ടത്തിൽ വിവരാവകാശ നിയമപ്രകാരം പോരാടിയതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന് അവിടെ നടന്ന എവിഡൻസ് വീഡിയോകൾ കിട്ടി പുറലോകം അറിഞ്ഞത്. പുറലോകം അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഭീകരത സമൂഹം മനസ്സിലാക്കി. അത് പോലീസിന് നാണം കെടുത്തുന്ന രൂപത്തിൽ നുഹൈമാൻ എന്ന് പറയുന്ന നല്ല മനുഷ്യനാണ് എന്നാണ് പിന്നെ ചില സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. ഞാൻ വായിച്ചുതരാം നുഹൈമാന്റെ കഥ. പ്ലീസ്. വായിച്ചോക്കാണ്. നുഹൈമാൻ സൽസ്വഭാവിയും മനസ്സലിവും ഉള്ളവനും സർവോപരി സഹജീവികളോട് കരുണ ഉള്ളവനുമായിരുന്നു. അവൻ സേനയിൽ ചേർന്നതിന് ശേഷമാണ് ഗുണ്ടയും തമ്മാടിയും തന്നിഷ്ടക്കാരനുമായി തീർന്നത്. അതുകൊണ്ട് നുഹൈമാൻ സേനയിൽ നിന്ന് പിരിച്ചുവിട്ട് ന്യൂമാനായി സമൂഹത്തിന് തിരിച്ചു നൽകണം. ഇതുപോലെ ഒട്ടനവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം നല്ല മനുഷ്യനാണെന്നും വളരെ കഷ്ടപ്പെട്ട കുടുംബമാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. പക്ഷെ ഇവര് നല്ല സ്വഭാവക്കാരും നല്ല കുടുംബത്തിൽ പിറന്നവര് എങ്ങനെയാണ് പോലീസ് സേനയിൽ വരുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലത്തിലും ധാർഷ്ട്യത്തോടെ സമൂഹത്തിന് നന്മ കാംക്ഷിക്കേണ്ട ഇവര് മാതൃകാപരമായിട്ട് ശിക്ഷ നടപ്പാക്കേണ്ടവരും FIR ഇട്ട് കോടതിയിൽ കൃത്യമായിട്ട് തെളിവനുസരിച്ച് സത്യസന്ധമായ തെളിവുകൾ രേഖകൾ അടിസ്ഥാനത്തിൽ പിന്നെ FIR കോപ്പികളൊക്കെ കോടതിയിൽ സമർപ്പിക്കേണ്ട ഇവര് ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇവർ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണ്? ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ? ഇവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ? അല്ലെങ്കിൽ എന്താണ് ഇവര് മേലുദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന പിന്നെ കീഴുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന വല്ല ട്രെയിനിങ്ങിന്റെ ഫോൾട്ടാണോ? ഇത്രയും മോശം ബൾഗറായിട്ട് പോലീസ് സേനയിൽ നിന്ന് നിത്യേന കേൾക്കുന്നത് ഈ വളരെ കേട്ടാൽ അറക്കുന്ന രീതിയിൽ വിദ്യാസമ്പന്നരായ ഇവര്, കുടുംബത്തില് മാതാപിതാക്കൾക്ക് ജന്മം കൊണ്ട ഇവര്, ഭാര്യയും മക്കളുമുള്ള ഇവരെ വായിൽ നിന്ന് ഒരു തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരുത്തന് അനധികൃതമായിട്ട് ചെറിയ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിക്കൂട അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കട തെരുവോരങ്ങളിൽ നടത്തി കഴിഞ്ഞാൽ അവരെ മേലൊക്കെ മെക്കെട്ട് കയറിയിട്ട് തന്തക്കും തള്ളക്കും ഉമ്മാന്റെ അടിയിൽ കിടക്കുന്നതൊക്കെ പച്ചക്ക് വിളിച്ചു പറയുന്ന സംസ്കാര ശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥര്.
എന്താണ് ഇവരിങ്ങനെ? ഇവരൊക്കെ നന്നാകുന്നുണ്ട് എപ്പോഴും എന്നറിയോ? ഇവരൊക്കെ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് സൽസ്വഭാവികൾ. ഞാൻ അറിയുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പൊ ഈ ഡ്യൂട്ടിയിലിരിക്കുക, സർവീസിലിരിക്കുക, കൈക്കൂലി വാങ്ങിയവരും ഒരുപാട് മണൽ മാഫിയയിൽ നിന്നൊക്കെ കൊള്ളല്ലാതെ അവരിന്ന് പിടിച്ചു പറിച്ചതും അവരെ മാസപ്പടി കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ ഇന്ന് സർവീസിൽ നിന്ന് മാറിയപ്പോ അവരൊക്കെ പെരുമാറ്റം നമ്മളൊക്കെ കാണുമ്പോൾ എത്ര ബഹുമാനത്തോടെ ആദരവോടൊക്കെ കാണുന്ന ആളുകൾ. ശമ്പളം തന്നെ ഒട്ട SI പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് 10,70,000 രൂപ ശമ്പളം ഉണ്ടെന്ന എന്റെ അറിവ്. സാധാ കോൺസ്റ്റബിൾ 40,000-45,000 രൂപ സർവീസ് സ്റ്റാർട്ടിങ് ശമ്പളമുള്ള ഇവർക്ക് അത് തന്നെ ഭാര്യക്കും ശമ്പളമുള്ള 1 ലക്ഷം റുപ്യൊക്കെ ഇവർക്ക് മാസം ഒരു പണിയെടുക്കാതെ വളരെ കുറഞ്ഞ ഈ 30 ദിവസത്തിൽ 20 ദിവസത്തെ ഡ്യൂട്ടി എടുക്കണം ഇവര്. വർഷത്തിൽ 2 മാസം വേറെ ലീവ് കിട്ടുന്ന ഇവര് ഈ പൈസ തികയാത്തത് ആർത്തി പണ്ടാരങ്ങളായിട്ടല്ലേ പല കേസിലും കള്ളക്കേസ് കുടുക്കിയിട്ടും ഒക്കെ ഇവര് പണ്ടാറടങ്ങിയിട്ട് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലം മാറ്റത്തിലൂടെയാണോ ഇവർക്ക് ശിക്ഷ നടപ്പാക്കേണ്ടത്? ഒരു പഴം മോഷ്ടിച്ചതിന്റെ പേരിൽ വലിയ FIR ഇട്ടിട്ട് തടങ്കലിലാക്കുന്ന, അടി കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വഴിയോരത്തൊരു സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഒരു കൊറോണ സമയത്ത് പുറത്തിറങ്ങിയതിന്റെ പേരിലൊക്കെ ഫോണുകളൊക്കെ പിടിച്ചുകൊണ്ട് അവരൊക്കെ തടങ്കലിൽ പാർപ്പിക്കുന്നതും അവർക്കെതിരെ വലിയ ഫൈൻ ഇടുന്ന ഈ മാതൃകാ പോലീസിന്റെ ചട്ടങ്ങളിൽ വല്ലാത്തൊരു അത്ഭുതം തോന്നിക്ക. ഇപ്പൊ കണ്ടില്ലേ ആ ഹോട്ടൽ ഉടമയെ പേരിൽ കാണാവുന്നതാണ്. ആ കസേരയിൽ തന്നെ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന വുഡൻ ചെയറിൽ ഇരിക്കുന്നു. ഞാൻ വീട്ടിൽ പോയി വീടിന്റെ ഉള്ളിൽ കടന്ന് പ്ലാസ്റ്റിക് സഞ്ചിയില് പണമായിട്ട് വരുന്നു. 50,000-ന്റെ 2 കെട്ട് വെച്ചിട്ട് ഓരോ ലക്ഷം വീതം എണ്ണി 4 ലക്ഷം കൊടുക്കുന്നു. 4 ലക്ഷം കൊടുത്തതിന് ശേഷം ചോദിച്ചു ഈ 4 ലക്ഷം പോരേന്ന് ചോദിച്ചപ്പോ ഇല്ല അവസ്ഥപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എനിക്ക് 2 ഉള്ളൂ, 3 പോലീസ് സ്റ്റേഷനിലെ SIക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ആ പണം മുഴുവൻ കിട്ടണം. അപ്പൊ ഞാൻ വീണ്ടും 1 ലക്ഷം കൂടി എടുത്തു കൊടുത്തു. 4 ലക്ഷം കൊടുത്തപ്പോൾ ഒരു കേസ് സെറ്റിൽമെന്റ് ആവാൻ 4 ലക്ഷം കൊടുത്തപ്പോ പറ്റൂല. വെച്ചാ 5 ലക്ഷം വേണം, ഇതിൽ 2.5 എനിക്ക് കിട്ടും. 2.5 ആർക്കാണ്? ആ പോലീസ് സേനയിലെ SIക്ക്. എങ്ങനെയുണ്ട്? ശമ്പളം കൊടുത്തിട്ട് തീറ്റിപ്പോറ്റുന്ന ഈ സമാധാന പാലകരായി നിൽക്കേണ്ട, നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ നാടിന്റെ നിയമം ലംഘിക്കുന്നവർക്ക് അറസ്റ്റ് വരിക്കേണ്ട, മാതൃകാപരമായിട്ട് പെരുമാറേണ്ട ഈ കാട്ടുകള്ളന്മാരെ അവസ്ഥയാണ് ഈ പറയുന്നത്. മനസ്സിലായ? ഇനി ഇങ്ങ് നോക്കിയ ഇവരെ ക്രൂരത നോക്കിയേ. ഇപ്പോൾ പുറത്തു വരുന്നത് അന്ന് PCയുടെ SI ആയിരുന്ന PM രതീഷ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇയാൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ SHO ആണെന്നാണെന്ന്. അത് സംബന്ധിച്ച് വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട്. എന്നാൽ സംഭവം ഇതാണ്. 2023 ഇയാൾ ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ വ്യക്തി പീച്ചിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ആ ഹോട്ടലിൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, അതായത് ജെയ്സൺ ചാവളപ്പിൽ തൃശൂർ പട്ടിക്കാട്ടെ ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ടിന്റെ ഉടമയല്ലേ KP ഔസേപ്പ്? അദ്ദേഹത്തെയും മകനെയുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവർക്ക് ഈ ദൃശ്യം കിട്ടിയത് ഇപ്പോഴാണോ? നമ്മുടെ സുജിത്ത് നടത്തിയ പോരാട്ടം പോലെ ഒരു പോരാട്ടം ഇവർക്കും നടത്തേണ്ടി വന്നോ ഈ ദൃശ്യങ്ങൾക്കായി? ഈ ഔസേപ്പില്ല, അദ്ദേഹത്തിന്റെ മകനും ആ സ്ഥാപനത്തിലെ മാനേജറുമാണ് ആ ദൃശ്യങ്ങളിൽ പോലീസിന്റെ കയ്യേറ്റത്തിനും മർദ്ദനത്തിനും വിധേയമാകുന്നത്. 2023 ഈ രാജ്യത്ത് ആദ്യമായി വിവരാവകാശ പ്രകാരം CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന ഇയാൾക്കാണ്. പോലീസ് പല രീതിയിലുള്ള നിങ്ങൾ നോക്കിയേ, വിവരാവകാശ നിയമപ്രകാരം 2005 ആക്ട് പ്രകാരം കിട്ടേണ്ട, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടേണ്ട അവകാശങ്ങൾ ഈ ഒരു വിവരാവകാശ നിയമം പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടേണ്ടതാണ്. അത് അങ്ങനെ ഒരു നിയമം കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? സുജിത്തിന് നീതി കിട്ടുമോ? പിന്നെ സുജിത്തിനെ ആക്രമിച്ച പോലീസുകാർക്ക് മാതൃകാപരമായ ശിക്ഷ, ഡിസ്മിസ് ആണെങ്കിൽ ഡിസ്മിസ് കിട്ടുമോ? ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെയും അദ്ദേഹത്തിന്റെ മകനെയും ആക്രമിച്ചതിന്റെ പേരിൽ അവർക്കും ഫസ്റ്റ് 2005 നിയമം കൊണ്ടുവന്നതിന് ശേഷം 2023 ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം CC ക്യാമറ ദൃശ്യം ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ ഉടമക്കാണ് കിട്ടുന്നത് എന്നാ പറയുന്നത്. ഇങ്ങനൊരു നിയമം ഉണ്ടായിട്ട് പോലും ഈ സേന ഈ രീതിയിൽ അക്രമാസക്തമായിട്ട് പെരുമാറുന്നത് എന്തിന്റെ പേരിലാണ്?
പക്ഷെ നമ്മളൊക്കെ ഇവിടെ പറയാണ്ട് CPM-ന്റെ എല്ലാം പിന്നെ പിണറായി സർക്കാർ പിന്നെ പോലീസ് അല്ലെങ്കിൽ പറയും ഉമ്മൻചാണ്ടി പോലീസ്. അങ്ങനെ ഒരു പോലീസല്ല. ഇതിൽ വരുന്നത് ഉമ്മൻചാണ്ടിന്റെ ആളുകളും വരും, ഇതിൽ വരുന്നത് പിന്നെ പിണറായിന്റെ ആളുകളും വരും. പക്ഷെ ഇപ്പം ഏതോ ഒരു DGP ആയിരിക്കെ ഏത് സനൽകുമാറാണ് ഏതോ പാനി ഇരുന്നതിന്റെ ശേഷം കൊണ്ട് ഇതിലേക്ക് RSS ചൊയയുള്ള വർഗീയവാദികളായ കുറെ ആളുകളെ തിരികെ കയറ്റിയോ എന്നൊരു സംശയം എന്റേത് ഉണ്ടോന്നറിയില്ല. കാരണം വളരെ ഗുണ്ട നിയമം പോലെ അല്ലെ ഗുണ്ടകളെയാണോ ഈ പോലീസ് സേനയിലേക്ക് തിരികെ ഗുണ്ടകളെയാണോ പോലീസ് സേനയിലേക്ക് വേണ്ടത്? ആ സേനവാസി എന്ന് പറഞ്ഞ പോലീസ് സേന കൊല്ലത്തേര അയാൾക്ക് എത്ര മാതൃകാപരമായിട്ട് ഇവിടെ തന്നെ നമ്മളെ സേനയിലേക്ക് എത്ര ഉദ്യോഗസ്ഥന്മാര് മാതൃകാപരമായിട്ട് പെരുമാറുന്ന വളരെ വരുന്നവരോട് സൗമ്യമാറ്റി ഇരുന്ന് കസാലയിൽ ഇരുത്തി അവരോട് അവരെ ആവശ്യം വേവലാതികൾ കേട്ട് FIR ഇടേണ്ടത് FIR-ഉം അല്ലെങ്കിൽ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ഒരു ഷൗട്ട് ചെയ്തിട്ട് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഉണ്ടാവരുത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് കേസ് ഇടാതെ FIR ഇടാതെ അവരെ നല്ല നടപ്പിലേക്ക് വിടുന്ന ഒരുപാട് പോലീസ് സേനയിൽ ഉദ്യോഗസ്ഥന്മാർ ഞാൻ അറിയുന്ന ഒരുപാട് പേര് ഒരുപാട് അടുപ്പുള്ള ഒരു വിഭാഗമാണ് പോലീസ് സേന. എനിക്ക് അതിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരോട് ബന്ധങ്ങളുണ്ട്. അവരൊക്കെ നല്ല പ്രവർത്തകരായ ആളുകളുണ്ട്. ഞാൻ അറിയുന്ന ഒരുപാട് പേര്. ഇവിടെ സത്യേട്ടൻ എന്ന് പറഞ്ഞ ഒരു SI പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുണ്ട്. അതിന് വിഷയേട്ടന് ഇപ്പൊ തന്നെ നമ്മളെ ഈ പറയുന്ന സുമേഷ് സുധാകരൻ, അതുപോലെ തന്നെ ഇവിടെ റഫീഖ് സാഹിബ്, അങ്ങനെ ഒരുപാട് നന്മ പറ്റാത്ത ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുക. അവർക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കണ ഒരു പറ്റം തമ്മാടി കൂട്ടങ്ങൾ സേനയിലുണ്ടെങ്കിൽ ഈ സേനയിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരൊന്നും നിങ്ങളെ സംഘടനയിൽപ്പെട്ട നിങ്ങളെ അസോസിയേഷനിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ എന്താക്കരുത്, അവരെ പിന്തുണക്കരുത്. ഇത്തരം ക്രിമിനലുകളെ ഒരു സ്ഥലമാറ്റത്തോടെയോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലോടോ അല്ല ഇവർക്ക് ശമ്പളം കിട്ടാതെ ഒരു സേനയിൽ നിന്നല്ല, പോലീസ് സ്ഥലത്തിൽ നിന്നല്ല, ഒരു ഗവൺമെന്റ് തലത്തിലും ഇവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഇനി ഇവർക്ക് തുടരാൻ പാടില്ല. വാർക്കം പണിക്കോ കൂലിപ്പണിക്കോ ആക്രി പെറുക്കാനോ എന്തിന് ചാണം കോരാൻ പോട്ടപ്പോ അപ്പോഴേ പാവപ്പെട്ടവരെ വേതന വരിക്കാറുള്ളൂ. ഇത് നമ്മളെ നികുതി പണം കൊണ്ട് നല്ലോണം വെട്ടി മുണുങ്ങുമ്പോൾ ഇവർക്ക് അതിന്റെ വേദന അറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന എന്റെ സഖാവ് പിണറായി സാഹിബിനോടൊക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ കമാൽ പാഷ എന്ന് ഒരു മുൻകാല ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, റിട്ടയർമെന്റ്. അയാളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരെ ഡിസ്മിസിൽ കുറഞ്ഞ് വേറെ ഒരു അനുകമ്പ ഇവരോട് പാടില്ല. ഇവരെ സേനയിൽ നിന്ന് മാറ്റുക. ഇനിയുള്ള തുടർന്നുള്ള സേനയിലുള്ള ആളുകളെ ആഭ്യന്തരം കൈകാര്യം ചെയ്ത മന്ത്രിയുടെ നിരീക്ഷണത്തിൽ അവരെ സ്റ്റാഫുകൾ രണ്ട് സിസ്റ്റത്തിൽ നിന്ന് ഏത് പ്രതിപക്ഷത്തുനിന്നും ആളുകൾ വേണം, ഭരണപക്ഷത്ത് നിഷ്പക്ഷമായ ആളുകളൊക്കെ നിരീക്ഷിക്കാൻ വെച്ച് ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഓരോ അക്രമങ്ങളും അല്ലെങ്കിൽ അവിടെ ഇടുന്ന FIR-കൾ സൂക്ഷ്മ പരിശോധന നടത്തി സ്പോട്ടിൽ അവർ എന്ത് തെറ്റ് ചെയ്തു എന്നോ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അവരെ ദേഹോപദ്രവം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചിട്ട് ദേഹോപദ്രവം നടത്തിയത് എന്തിന്റെ പേരിൽ അങ്ങനെ നടത്താനുള്ള ചേതോപവികാരം എന്ന് ഇവർ അക്രമാസക്തമായിട്ടുണ്ടോ എന്നൊക്കെ അക്രമാസക്തമാകുന്നതിനാണ് ലോകകപ്പിൽ ഈ ആമം വെച്ചിട്ട് കൊണ്ടടല് ചെങ്ങായിമാര് കാലിനും കൈക്കിട്ട് അവർ ആക്രമിക്കൂല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന അറാമ്പറപ്പിന്റെ നിങ്ങൾക്ക് തന്ന സ്ഥാനം, നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു പവർഫുൾ ഒരു നിയമം, അതാണ് നിങ്ങൾ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആ സഹോദരൻ അടികിട്ടിയവന് ചവിടാണിക്കല്ലിൽ തച്ച് അവന്റെ ശ്രവണശക്തിയൊക്കെ നഷ്ടപ്പെടുത്തി കണ്ണിന്റെ കാഴ്ച നടത്തി ഹാർട്ടി കലക്കി അവന് നട്ടലും ഇളക്കി വിടുമ്പോൾ അവനക്കും കുടുംബമുണ്ടോ ചെങ്ങായിമാരെ? പണ്ടാറടക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല കുടുംബം, നിങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഞങ്ങളെ നികുതി പണം വേണ്ടാണ് പണ്ടാറക്കാലന്മാരെ. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ജന്മെടുത്ത കൈതകളൊക്കെ മാറ്റി സേനയിൽ നിന്ന് അനങ്ങിയ തെറി തന്തക്കും തള്ളക്കും ഇമ്മാന്റെ അടിയത്തും വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വെച്ചിക്കാൻ പാടുണ്ട. ലോകരാഷ്ട്രത്തിലില്ലാത്ത ഓരോ സിസ്റ്റം പൊളിച്ചു ചെയ്തണോ? കാരണം ഓരോന്ന് ഇവിടെ എന്തെല്ലാം മാറ്റി ചെയ്തുന്നുണ്ട്. പഴയ കാലത്ത് ഭരണഘടനയിൽ നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് മാറ്റി ചെയ്തിട്ട് മാതൃകാപരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ കൊണ്ടുവരും പ്ലീസ്. ഏത് സർക്കാരാണെങ്കിലും ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഒരു പിണറായി സർക്കാർ അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ ഇനി വരാനുള്ള സർക്കാർ അങ്ങനല്ല. ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലാണോ അവർ മുഖം നാക്കാതെ നടപടി സ്വീകരിക്കണം. ഏത് ഡാഷിന്റെ മക്കളായാലും ശരി,
ഇവർക്ക് ഒരു SI പോസ്റ്റ് ഉണ്ട് കിട്ടിയ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കയറിയ അവര് ഇവിടുത്തെ രാജാവാ. ഒരു പിന്നെ ഏതോ നാട്ടിൽ നിന്ന് വന്നിട്ട് തിരൂര് സ്റ്റേഷനിൽ വന്ന അവരാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അവര് പറഞ്ഞൊക്കെ നടക്കണം. ഇവിടെ നിയമം അവര് പറയുന്ന നിയമം അതൊന്നല്ല. ഇവിടെ നിയമം എന്താണോ ഭരണഘടന അനുശാസിക്കുക ആ രൂപത്തിൽ സമൂഹത്തിന് ജീവിക്കേണ്ടതുണ്ട്. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പരാതി കൊടുത്താൽ പരാതിയുടെ നിങ്ങൾ കൈപ്പറ്റ് റെസീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പഞ്ചായത്ത് മുതൽച്ചിട്ട് വില്ലേജ് ഓഫീസ് മുതൽച്ചിട്ട് പിന്നെ കളക്ടർ ഓഫീസ് മുതൽച്ചിട്ട് SP ഓഫീസിൽ നിന്ന് വരെ നിങ്ങൾക്ക് കൈപ്പറ്റ് റെസീറ്റ് കിട്ടും. അത് വാങ്ങണം. തന്നിട്ടില്ലെങ്കിൽ വാങ്ങിക്കണം അവരിൽ നിന്ന്. തുടർന്ന് നടപടി എടുത്തിട്ടില്ല, നടപടി എടുക്കാത്തതിന്റെ പേരിൽ അതിന്റെ മേലുദ്യോഗസ്ഥന്മാര് നിങ്ങൾ പരാതിയുമായി പോകണം. നിങ്ങൾക്ക് ഈ കിട്ടിയ ഈ കൈപ്പറ്റ് റെസീറ്റ് കോപ്പിയും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് തിരിയേണ്ടത്. അങ്ങനെ മാതൃകാപരമായിട്ട് ഇവരെ പേരിൽ നമുക്ക് നടപടി സ്വീകരിക്കാൻ എന്തൊക്കെ കഴിയും അതൊക്കെ എടുക്കണം. ഭരണാധികാരികൾ ഇവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ തുറന്നു കാട്ടാൻ ഭരണപക്ഷത്തിലുള്ള രാഷ്ട്രീയക്കാരും മുൻനിരയിൽ നിൽക്കണം. അല്ലാതെ ആ ശുചിത്തിന്റെ പേരിൽ മുൻകാലങ്ങളുണ്ടെടുത്ത് CPM ഇപ്പൊ കൊണ്ടാണ്. അതൊന്നും ശരിയല്ല ചങ്ങായിമാരെ. നീതി വേണം. നീതിബോധമുള്ള ഭരണാധികാരികളും നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ സമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. കൈക്കൂലി വാങ്ങുന്നവരെ ഡിസ്മിസ് ചെയ്ത് അതിൽ നിന്ന് മാറ്റി നിർത്തുക. ഒരു സസ്പെൻഷോ ഒരു സ്ഥലമാറ്റം കൊണ്ട് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ അല്ലത്. ഏത് തലത്തിൽ കൈക്കൂലി വാങ്ങിയോ ഗവൺമെന്റിൽ കിട്ടേണ്ട അടയ്ക്കേണ്ട തുകകൾ വെട്ടിച്ചുകൊണ്ട് കൈക്കൂലിയിൽ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടോ ആ സേവനം കൈപ്പറ്റുന്ന ഏത് വ്യക്തികളുണ്ടോ അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ ഒരേ രീതിയിൽ കൊടുക്കേണ്ട നിയമങ്ങളൊക്കെ പൊടിച്ചെഴുതണം. സിസ്റ്റം പൊടിച്ചെഴുതിയേ പറ്റൂ. സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ വിളയാടുന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ മാതൃകാപരമായിട്ട് ഡിസ്മിസ് ചെയ്ത് മാതൃക കാട്ടണം. ഒന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സഖാവ് ഒന്ന് തുറന്നിട്ട് ഇറ്റിങ്ങളൊന്ന് പുറത്താക്കി. നിങ്ങളെ അസോസിയേഷനിൽപ്പെട്ട നിങ്ങളെ ആളുകളാണെങ്കിലും ശരി ഈ അമുക്കുകളൊന്നും ഇനി വെച്ചിക്കൊണ്ടിരിക്കല്ല. കാരണം കമാൽ പാഷ പിന്നെ ഹൈക്കോടതി ജഡ്ജൊക്കെ പറഞ്ഞു ഇവർക്ക് ആ ശിക്ഷ തന്നെ ഒരു സ്ഥലമാറ്റം കൊണ്ടൊന്നും ഇവരെ ക്രിമിനൽ മെയിന്റ് മാറൂല, ഡിസ്മിസ് ചെയ്യണം. ഇവർക്ക് കിട്ടേണ്ട അർഹമായ ശിക്ഷ നടപ്പാക്കും വേണം. ഇവരെ പേരിൽ എന്താണോ നടപ്പാക്കേണ്ട FIR ഇട്ടിട്ട് കോടതി വിധിച്ചിട്ട് ഇവർക്ക് തടവും കിട്ടണം. ഇവർക്ക് തടവ് ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ ആക്രിപ്പണിക്ക് വാർപ്പ് മണിക്കോട്ടെന്ന്